തിരുവനന്തപുരം വർക്കലയിൽ യുവതിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട പ്രതിയുമായി തെളിവെടുപ്പ്. സുരേഷിനെ വർക്കല റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച് തെളിവെടുത്തു. അഷിൻ ഡിയോഗോ വിവരങ്ങളുമായി. അഷിൻ, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രതിയുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ വർക്കലയിൽ എത്തിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, യുവതിയെ ട്രെയിനിൽ നിന്നും ചവിട്ടിത്തള്ളിയിട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ സുരേഷുമായി രണ്ടാം ഘട്ട തെളിവെടുപ്പാണ് റെയിൽവേ പോലീസ് നടത്തുന്നത്. നേരത്തെ കോട്ടയം ജില്ലയിലെ തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയാക്കിയിരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് വർക്കല റെയിൽവേ സ്റ്റേഷനിലാണ് പ്രതിയായ സുരേഷിനെ ആദ്യം എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഇവിടെ നിന്നും നേരെ അയന്തിയിലെ ഈ പെൺകുട്ടിയെ ചവിട്ടിത്തള്ളിയിട്ട ആ ഒരു സംഭവ സ്ഥലത്തും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നിലവിൽ പ്രതിയുമായി കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ പോലീസ് പോവുകയാണ്. അവിടെ വെച്ചാണ് ഇയാൾ പിടിയിലാകുന്നത്. അവിടെ കൂടി എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. നേരത്തെ ഈ രണ്ട് സ്ഥലങ്ങളിലും എത്തിച്ചു, അതായത് വർക്കല റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ ഈ അയന്തിയിലെ സംഭവം നടന്ന സ്ഥലത്തും എത്തി ഇയാൾ കൃത്യമായി തന്നെ പോലീസിന് ഭാവവ്യത്യാസമില്ലാതെ കാര്യങ്ങൾ വിവരിച്ച് നൽകുകയും ചെയ്തിരുന്നു. ഏത് ഭാഗത്ത് വെച്ചാണ് പെൺകുട്ടിയെ ചവിട്ടി തള്ളിയിട്ട ശേഷം ഇയാൾ ആ കൈവേലിൽ നിന്ന് നോക്കിയതടക്കമുള്ള കാര്യങ്ങൾ പോലീസിലൂടെ ഈ റെയിൽവേ പോലീസിലൂടെ ഇയാൾ വിവരിച്ച് നൽകിയിട്ടുണ്ട്. നിലവിലിപ്പോൾ പ്രതിയുമായി കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോലീസ് പോവുകയാണ്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ ഇയാൾ ജോലിക്കായി എത്തിയ വീട്ടിലും ഈ ട്രെയിനിൽ കയറുന്നതിന് മുൻപ് മദ്യപിക്കാൻ കയറിയ ബാറിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ കേരള എക്സ്പ്രസിൽ റെയിൽവേ പോലീസ് ഈ ആക്രമണം റീക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ പ്രതിയുമായുള്ള തെളിവെടുപ്പ് ഇപ്പോൾ തുടരുകയാണ്. നിലവിലിപ്പോൾ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിയുമായി പോവുകയാണ് റെയിൽവേ പോലീസ്. സ്മൃതി. ശരി, അഷിൻ ഡിയോഗോ ആണ് വിവരങ്ങൾ നൽകിയത്.